പ്രിയപ്പെട്ട വൃശ്ചിക രാശിക്കാരെ, എല്ലാവർക്കും സ്വാഗതം. മെയ് 2026 വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മാസമാണ്. ഗ്രഹമാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ വെല്ലുവിളികളും വലിയ ഭാഗ്യാനുഭവങ്ങളും ഒരുപോലെ കടന്നു വരുന്ന ഒരു കാലയളവാണിത്. മെയ് 13 വരെ ദാമ്പത്യത്തിലും ബിസിനസ്സിലും ചില മാറ്റങ്ങൾ പ്രകടമാകും. എന്നാൽ മെയ് 14 ശേഷം ആത്മീയ ഉണർവിലൂടെയും അപ്രതീക്ഷിത ധനലാഭത്തിലൂടെയും നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും തർക്കങ്ങളിലും ഈ മാസം അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെ മറികടക്കാനുള്ള ലളിതമായ പരിഹാരങ്ങളെക്കുറിച്ചുമാണ്. ഒരു വൃശ്ചിക രാശിക്കാരനാണുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ആദ്യം തൊഴിൽ മേഖല പരിശോധിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് മെയ് 29 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങൾ അതീവ അനുകൂലമാണ്. നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരും. എന്നാൽ നിലവിൽ ജോലി ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കുക. മേലധികാരികളുടെ കർശനമായ ഇടപെടലുകൾക്ക് സാധ്യതയുള്ളതിനാൽ ജോലി സ്ഥലത്ത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ഉത്തരവാദിത്തങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. ബിസിനസ് രംഗത്തുള്ളവർക്ക് മെയ് 13 വരെ പങ്കാളിത്ത ബിസിനസ് കൂടുതൽ ഉചിതമാണ്. പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാനും ബിസിനസ് വിപുലീകരിക്കാനും ഈ സമയം നല്ലതാണ്. എന്നാൽ മെയ് 11 ശേഷം നിയമപരമായ കാര്യങ്ങളിലും കോടതി കേസുകളിലും ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധ പാലിക്കുക. സാമ്പത്തികമായി മെയ് 14 മുതൽ ജൂൺ 1 വരെയുള്ള സമയം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമോ പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കളോ വഴി അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്. ലഭിക്കുന്ന അവസരങ്ങൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ദീർഘകാല സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് മെയ് 13 വരെ വളരെ സന്തോഷകരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു ഐക്യമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. എന്നാൽ മെയ് 20 മുതൽ 24 വരെ അല്പം ജാഗ്രത ആവശ്യമാണ്. പങ്കാളിയുടെ വീട്ടുകാരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കി ചെറിയൊരു വിട്ടുവീഴ്ചയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മെയ് 10 വരെ പഠനത്തിൽ മികച്ച ഏകാഗ്രത പുലർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് മെയ് 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പ്രയാസകരമായ വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. മികച്ച വിജയം കൈവരിക്കാൻ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആരോഗ്യകാര്യത്തിൽ മെയ് 11 മുതൽ 15 വരെയും 20 മുതൽ 24 വരെയും പ്രത്യേകം ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകളിൽ പുറത്തു നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ സമയം കണ്ടെത്തുക. ഈ മാസത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇനി പറയുന്ന പരിഹാരങ്ങൾ ശീലിക്കുക. നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങൾ നീക്കാൻ സഹായിക്കും. ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുക. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മെയ് 14, 28 തീയതികളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ചുരുക്കത്തിൽ പരീക്ഷണങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒരുപോലെ ചേർന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അമിതമായ ഭാരമില്ലാതെ ക്ഷമയോടെ മുന്നോട്ട് പോവുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടികളാണ്. എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഗ്രഹനില നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ട് പോസിറ്റീവായി മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.